അതേസമയം തന്നെ നിലമ്പൂരിലെ ആവേശ പോരാട്ടത്തിൽ ആര്യാടൻ ഷൗക്കത്തും ഇന്നും വിജയം നേടിയപ്പോൾ തല ഉയർത്തി നിന്നത് PV അൻവറാണ്. മുന്നണികളുടെ കണക്കുകൂട്ടലുകൾക്കപ്പുറം 19,000-ലധികം വോട്ട് നേടിയ PV അൻവർ എന്ന് പറയുന്ന ഫാക്ടർ നിലമ്പൂരിൽ ആഞ്ഞടിച്ചു. പിടിച്ചത് പിണറായി സത്തിനെതിരായുള്ള വോട്ടാണെന്ന് അൻവർ പറയുമ്പോൾ UDF പ്രവേശനത്തിനുള്ള ശ്രമം തുടരുമെന്ന സൂചനയും അൻവർ നൽകുകയാണ്. രാവിലെ വോട്ടെണ്ണൽ തുടങ്ങുമ്പോൾ PV അൻവറിന്റെ ഒതായിലെ വീടിന് പുറത്ത് പ്രവർത്തകർ ടെലിവിഷൻ ഒരുക്കുകയായിരുന്നു. ജയം ഉറപ്പിച്ച സ്ഥാനാർത്ഥിയുടെ ഭാവത്തോടെ PV അൻവർ ആദ്യ 10 മിനിറ്റിൽ ഫലം വരുമ്പോൾ അൻവർ വോട്ട് പിടിക്കുന്നതിന്റെ സൂചനകൾ. വഴിക്കടവ് പഞ്ചായത്തിലെ 1 മുതൽ 14 വരെയുള്ള ബൂത്തുകളിൽ അൻവർ 3-ാം സ്ഥാനത്ത്. PV അൻവർ പ്രതീക്ഷ വെച്ച തണ്ണിക്കടവ് ബൂത്തിൽ 2-ാം സ്ഥാനത്ത്. തണ്ണിക്കടവ് ബൂത്തിൽ LDF 3-ാം സ്ഥാനത്ത്. അതോടെ അൻവറിന്റെ വീട്ടിൽ ആഹ്ലാദം. പിണറായി സത്തിനെതിരെ പോരാട്ടം പ്രഖ്യാപിച്ച് MLA സ്ഥാനം രാജിവെച്ച് LDF-ൽ നിന്ന് പുറത്തുപോയ PV അൻവർ ഒരേ സമയം LDF-നോടും UDF-നോടും പോരാടിയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ശക്തമായ സാന്നിധ്യമായത്. തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ BJP-യെ മറികടന്ന് LDF-നെയും UDF-നെയും വിറപ്പിച്ച് PV അൻവർ 3-ാം സ്ഥാനത്തെത്തി. LDF-നും UDF-നും സ്വാധീനമുള്ള പഞ്ചായത്തുകളിൽ അൻവർ ഒരുപോലെ വോട്ട് പിടിച്ചുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പിടിച്ചത് പിണറായി സത്തിനെതിരായ വോട്ടാണെന്നാണ് അൻവർ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നതിനിടെ പറഞ്ഞത്. വന്യജീവി പ്രശ്നത്തിൽ ഇടപെടാൻ UDF തീരുമാനിച്ചാൽ ഒന്നിച്ച് മുന്നോട്ട് പോകുമെന്നും അല്ലെങ്കിൽ 3-മതൊരു സംവിധാനം ഉണ്ടാക്കുമെന്നും അൻവർ പറഞ്ഞു. മലയോര മേഖലയിലെ മുഴുവൻ കർഷക സംഘടനകളെയും ആൾറെഡി 103 കർഷക സംഘടനകൾ നമ്മളിപ്പോൾ ഒരു കോർഡിനേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അവരെ കൂടെ കൂട്ടി ഒരു ശക്തമായ ഇടപെടൽ UDF സ്വീകരിച്ചാൽ ആ UDF-നോടൊപ്പം മുന്നോട്ട് പോകാനുള്ള സാഹചര്യമുണ്ടെങ്കിൽ മുന്നോട്ട് പോകും. അല്ലെങ്കിൽ ഇവിടെ ഒരു ജനകീയ 3-മത്തെ മുന്നണി ഈ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് ഞങ്ങൾ മുന്നോട്ട് പോകും. അതേസമയം 19,000-ലധികം വോട്ട് പിടിച്ച PV അൻവറിനെ തള്ളിപ്പറയാൻ ഇന്ന് UDF നേതാക്കൾ തയ്യാറായില്ല എന്നതും ശ്രദ്ധേയമാണ്. തെരഞ്ഞെടുപ്പ് ഫലം വന്ന ആദ്യ മണിക്കൂറിൽ അൻവർ ഫാക്ടർ ഉണ്ടായെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു. അൻവറിന്റെ മുന്നണി പ്രവേശനം തുടർന്നും ചർച്ചയാകുമെന്നും സണ്ണി ജോസഫ്. ഈ അൻവർ ഒരു ഫാക്ടറായി അവിടെ ശക്തമായ ഫാക്ടറല്ല, ചെറിയൊരു ഫാക്ടറാണ്. ഇപ്പൊ BJP കാൻഡിഡേറ്റ് നേടിയതിനേക്കാൾ വോട്ട് അൻവർ പിടിച്ചു എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. അത് തുറക്കാമല്ലോ വാതില്. ഈ വാതില് പണിയുന്നവർ താക്കോല് വെക്കുന്നതിനെ വേണമെങ്കിൽ അടയ്ക്കാം, അത് വേണമെങ്കിൽ തുറക്കാം. പിന്നാലെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും അൻവർ പിടിച്ച വോട്ടിനെ ഭരണവിരുദ്ധ വോട്ടായി ചേർത്തു വെച്ചു. അതും കൂടെ കൂട്ടിയാൽ സർക്കാർ വിരുദ്ധ വികാരത്തിന് വോട്ടിന്റെ പ്രതിഫലം എത്ര കൂടുതലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതും വ്യക്തമാക്കുന്നത് സർക്കാരിനെതിരായിട്ടുള്ള ഏറ്റവും വലിയ ജനകീയ രോഷമുണ്ടെന്ന് തന്നെയാണ്. അൻവറിന്റെ മുന്നണി പ്രവേശനത്തിൽ UDF ആണ് തീരുമാനമെടുക്കേണ്ടതെന്ന് രമേശ് ചെന്നിത്തല. UDF എല്ലാ കാലത്തും CPM-നെതിരെ നിലപാട് സ്വീകരിച്ചവരെ കൂടെ കൂട്ടിയിട്ടുണ്ട്. പക്ഷെ അത് നടന്നില്ല, അത് നടക്കാതെ പോയി. മറ്റുള്ള കാര്യങ്ങൾ ഇനി UDF കൂടി തീരുമാനിക്കേണ്ട കാര്യമാണ്. അൻവറിന് ഇത്രയും വോട്ട് കിട്ടിയത് ചില്ലറ കാര്യമല്ലെന്നാണ് K മുരളീധരന്റെ പ്രതികരണം. അൻവർ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ UDF ലീഡ് 25,000-ന് മുകളിൽ പോയേനെയെന്നും K മുരളീധരൻ. അൻവർ ഇത്രയും വോട്ട് കിട്ടിയത് ചില്ലറ കാര്യമൊന്നുമല്ല, സമ്മതിക്കുന്നു. പക്ഷേ ഭരണവിരുദ്ധ വികാരത്തിൽ ഒരു ഷെയർ അൻവറിനും പോയിട്ടുണ്ട്, ഒരു ഷെയർ UDF-നും കിട്ടി. അൻവറിന്റെ UDF പ്രവേശനത്തിൽ അടച്ചവാതിൽ തുറക്കുമോ എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ലെന്നാണ് UDF കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞത്. ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ ഒറ്റയ്ക്ക് പറയേണ്ട കാര്യങ്ങളല്ല. അത് UDF-മായി ചർച്ച ചെയ്തുകൊണ്ട് UDF-ലെ മുതിർന്ന നേതാക്കന്മാരുണ്ട്, ആ നേതാക്കന്മാരുമായി ഒക്കെ ചർച്ച ചെയ്തുകൊണ്ട് തീരുമാനമെടുക്കേണ്ട കാര്യങ്ങളാണ്. അതേസമയം ആദ്യ മണിക്കൂറിൽ അൻവർ ഫാക്ടർ ഉണ്ടായെന്ന് പറഞ്ഞ KPCC പ്രസിഡന്റ് ഫലം വന്നപ്പോൾ മാറ്റി പറഞ്ഞു. നിലമ്പൂരിൽ UDF ഒറ്റയ്ക്ക് നേടിയ വിജയമെന്നും PV അൻവറിന് മുന്നിൽ നിലവിൽ UDF-ന്റെ വാതിൽ അടഞ്ഞു തന്നെയെന്നും സണ്ണി ജോസഫ്. അതൊക്കെ രാഷ്ട്രീയത്തിലെ അടവ് നയങ്ങൾ അടച്ചിട്ട് തന്നെയാണോ ഉള്ളത്? പ്രധാന ശക്തി കേന്ദ്രങ്ങളിൽ വോട്ട് നഷ്ടപ്പെട്ടത് UDF-നും CPIM-നും തലവേദനയുണ്ടാക്കും. LDF-ന്റെ തോൽവിക്ക് കാരണം അൻവറാണെന്ന പ്രചാരണം തൃണമൂൽ ക്യാമ്പ് ഇതിനോടകം തന്നെ തുടങ്ങിക്കഴിഞ്ഞു. താൻ പിടിച്ച വോട്ട് UDF വോട്ടല്ല, സർക്കാർ വിരുദ്ധ വോട്ടാണെന്ന് അൻവറും പറഞ്ഞു വയ്ക്കുന്നു. തെരഞ്ഞെടുപ്പിൽ തോറ്റെങ്കിലും നിർണായക ശക്തിയാണെന്ന് UDF-നെ ബോധ്യപ്പെടുത്താൻ അൻവറിന് കഴിയുകയും ചെയ്തു. അതോടെ UDF പ്രവേശനത്തിനുള്ള ശ്രമം അൻവറിന് തുടരാം. ടീം ന്യൂസ് മലയാളം, നിലമ്പൂർ.